വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, എവിടെയെന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നു. ശ്രീകാന്ത് ഒളിവിലായിരുന്നോ? വയനാട് ഉണ്ടായിരുന്നു. വയനാട് കഴിഞ്ഞ് ഒരു 3 ദിവസം ലീവായിരുന്നു. അതിനുശേഷം ഇന്നലെ മുതൽ കയറിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലായല്ലോ, ശ്രീകാന്ത് ലീവ് എടുക്കുന്നൊന്നും പ്രേക്ഷകർക്ക് താല്പര്യമില്ല. എന്താ ചെയ്യുക അപ്പം? ഓക്കെ, പറഞ്ഞോളൂ. ഈ വയനാടുമായി ബന്ധപ്പെട്ടൊരു പൊതു താല്പര്യ ഹർജി അതിന്നിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ സ്വമേധയാ എടുത്ത ഒരു ഹർജി കൂടി ഹൈക്കോടതി ഇന്ന് പരിഗണനയ്ക്ക് എടുക്കുകയാണ്. അതായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാരും VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണനയ്ക്കായി എടുക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഈ ഹർജി എടുത്തത്. ഈ ഹർജി പരിഗണിച്ചത് മാത്രമല്ല, കോടതി ചില ആശങ്കകൾ ഉന്നയിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഉരുൾപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ചില പ്രദേശങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും ഇവിടങ്ങളിൽ സുസ്ഥിര വികസനമടക്കം സാധ്യമാണോ എന്നത് അറിയിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ കാര്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പൊളിച്ചെഴുതണം എന്നൊരാവശ്യം കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാം വിശദമായ പരിശോധന നടക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം അത് ഈ പല സംഘടനകളും പല ആളുകളും ഒക്കെ നടത്തുന്നുണ്ട്. അത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി കൂടി വന്നിട്ടുണ്ട്. അതും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരും. ഒപ്പം തന്നെ ഈ മാധവ് ഗാഡ്കിൽ, കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളടക്കം ഇഴകീറി പരിശോധിക്കുകയും ചെയ്യും കോടതി. അതായത് ഒരു സമഗ്രമായ പരിശോധന, ജുഡീഷ്യൽ റിവ്യൂ നടക്കാൻ പോകുന്നു ഈ ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് എന്നുള്ളത് ഏറെ ആശയ്ക്ക് വക നൽകുന്നതാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ഇന്നാണ് അത് തുടങ്ങുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.